നാം മഹത്വപ്പെടുമാറാകട്ടെ. ഇപ്പോൾ നമ്മളെ മധ്യയായിരിക്കുന്ന ബ്രദർ രാധാകൃഷ്ണൻ ജീവന് ശിക്ഷിക്കപ്പെട്ട്, ഒരു കൊലക്കേസ് പ്രതിയായി ജീവന് ശിക്ഷിക്കപ്പെട്ട് 15.5 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞ രാധാകൃഷ്ണനെ സ്വർഗ്ഗദൈവം സ്നേഹിക്കുകയും ജീവിതത്തിൽ വലിയൊരു മാറ്റം സ്വർഗ്ഗദൈവം കൊടുക്കുകയും ചെയ്തു. ജയിലിൽ താൻ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഒരു കൊലക്കേസ് പ്രതിയായിട്ടല്ല അറിയപ്പെട്ടുകൊണ്ടേയായത്. പാസ്റ്റർ രാധാകൃഷ്ണൻ എന്നുള്ള നിലയിലെ പേര് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരെ രാധാകൃഷ്ണനെ വിളിക്കേണ്ട അനുഭവത്തിലേക്ക് സ്വർഗ്ഗദൈവം രാധാകൃഷ്ണൻ വലിയ രൂപാന്തരം കൊടുക്കാനിടയായി. തുടർന്നുള്ള സമയം രാധാകൃഷ്ണൻ തന്റെ സ്വന്തം അനുഭവം നമ്മളുമായി പങ്കുവയ്ക്കുന്നു. എൻ്റെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കര എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ മാതാപിതാക്കൾക്ക് 6 മക്കളിൽ മൂത്ത മകനായിട്ട് ഞാൻ ജനിക്കപ്പെടുവാനിടയായി തീർന്നു. എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ ജീവിതത്തിൽ ചില തിന്മയുടെ ആധിപത്യങ്ങൾ കടന്നു വരുവാനിടയായി തീർന്നു. പലപ്പോഴും മാതാപിതാക്കൾ എന്നെ ഉപദേശിച്ചിട്ടുണ്ട് തെറ്റായ ജീവിത രീതിയിൽ നിന്ന് മാറുവാൻ. എന്നാൽ അവരുടേതായ ഉപദേശങ്ങൾക്ക് ഒരിക്കലും എൻ്റെ ജീവിതത്തെ മാറ്റുവാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു വ്യത്യാസവും ഉണ്ടായില്ല. അങ്ങനെ വളർന്നു വരുമ്പോൾ തന്നെ ആ തിന്മയുടെ ആധിപത്യം വർദ്ധിച്ച് പുകവലിയും മദ്യപാനശീലവും എന്നിൽ ഉളവാക്കുവാനിടയായി. പുകവലിച്ചതിന് എൻ്റെ പിതാവിനെ വളരെ ക്രൂരമായി ശിക്ഷിക്കുവാനിടയായി തീർന്നു. എന്നാൽ ആ ശിക്ഷണം പോലും എൻ്റെ ജീവിതത്തെ അതിൽ നിന്ന് മാറ്റുവാനിടയായില്ല. എൻ്റെ പിതാവ് എപ്പോഴും പറയും, മകനെ, ഞാൻ അല്പം മദ്യപിക്കുന്ന ആളാണ്, ആ മദ്യപാന ആസക്തിയിൽ നിന്ന് എനിക്ക് ഇതുവരെ മോചനം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഒരിക്കലും നീ മദ്യപാനത്തിലേക്ക് പോകരുതെന്ന ആശ എൻ്റെ പിതാവിനുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ പിതാവിൻ്റെ ആ ആശ നശിച്ചുകൊണ്ട് ഞാൻ വലിയൊരു മദ്യപാന ജീവിതത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. അങ്ങനെ ഓരോ ദിനവും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആസക്തിയിൽ ഞാൻ ജീവിക്കാൻ തുടങ്ങി. അതെന്റെ ഭവനത്തിനകത്ത് വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. മാതാപിതാക്കളുടെ ഇടയിൽ എന്നെക്കുറിച്ചുള്ളതായ വിഷയങ്ങൾ വന്നു. അവർ എന്നെക്കുറിച്ച് പരസ്പരം കലഹിക്കുന്നു. അതുപോലെ തന്നെ എന്റെ ജീവിതം കൊണ്ട് തന്നെ ഭവനം ഒരു നരക തുല്യമായ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് പോയി. കുറെ നാൾ എന്റെ പിതാവിനോട് കൂടെ ഞാൻ ജീവിച്ചെങ്കിലും പിന്നെ ഭവനത്തിലുള്ള എന്റെ ജീവിത രീതി കൊണ്ട് എന്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും എന്റെ കാര്യങ്ങളൊന്നും നടക്കാതെ വന്നപ്പോൾ എന്റെ പിതാവിൽ നിന്ന് ചാടി സ്വർണ്ണപ്പണി ചെയ്യുവാനായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അങ്ങനെ അവിടെ സ്വർണ്ണപ്പണി ചെയ്ത് കിട്ടുന്ന പണം കൊണ്ട് ഈ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെ ആസക്തി ജീവിച്ചു. മാതാപിതാക്കളോ മറ്റാര് പറഞ്ഞാലും അനുസരിക്കാത്ത ഒരു സ്വഭാവ രീതിയായിരുന്നു എന്റെ. അങ്ങനെ ആ ജീവിതം കൊണ്ട് ഞാൻ ആഗ്രഹിച്ചത് സുഖിക്കുക, ലോകത്തിലെ ഏത് സുഖങ്ങളും അത് എന്റെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. കുടുംബത്തെക്കുറിച്ചോ മാതാപിതാക്കളെക്കുറിച്ചോ സഹോദരന്മാരെക്കുറിച്ചോ സഹോദരിമാരെക്കുറിച്ചോ ഒന്നും എന്റെ ഭാവിയെക്കുറിച്ച് പോലും ഞാൻ ചിന്തിച്ചിരുന്നില്ല. എന്നാൽ ആ ജീവിതത്തിന് ഒരു അന്ത്യം കുറിക്കുന്ന നിലയിൽ എന്റെ ജീവിതം വളരെ ഒരു താഴ്ന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടുവാനിടയായി തീർന്നു. മാതാപിതാക്കളാലും എന്റെ ബന്ധുമിത്രാദികൾ എല്ലാവരാലും ഞാൻ ഒറ്റപ്പെട്ടു. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെ ആസക്തി കൊണ്ട് സമൂഹത്തിൽ വളരെ വേദനാജനകമായ അനുഭവങ്ങളുണ്ടായി. അങ്ങനെ എനിക്ക് ആവശ്യമായ പണം ലഭിക്കാതെ വന്നപ്പോൾ, തൊഴിലുകൊണ്ട് ലഭിക്കാതെ വന്ന സാഹചര്യത്തിൽ ഞാൻ പണത്തിനായി പല വഴികളും അന്വേഷിച്ചു. അങ്ങനെ ഒരു മോഷണം നടത്തി എനിക്ക് ആവശ്യമായ പണം സമ്പാദിക്കാൻ ഞാൻ ശ്രമിച്ചു. അങ്ങനെ മോഷണ ശ്രമത്തിനിടയിൽ 1991 സെപ്റ്റംബർ മാസം 19-ാം തീയതി എന്റെ ഒരു സ്നേഹിതൻ കൊല്ലപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ ആ കൊലക്കേസിനുള്ള ബന്ധത്തിൽ 91 സെപ്റ്റംബർ മാസം 26-ാം തീയതി പോലീസിൽ പിടിക്കപ്പെടുകയും ഞാൻ റിമാൻഡിലാകപ്പെടുകയും ചെയ്തു. 11 മാസക്കാലം റിമാൻഡിൽ കിടന്നു. തുടർന്ന് എന്റെ പിതാവ് എന്നെ കാണുവാൻ വന്നു. എന്റെ പിതാവ് എന്നെ ജാമ്യത്തിലിറക്കി കൊണ്ടുവന്ന് പറഞ്ഞു, മകനെ, നീ ഇനിയെങ്കിലും നന്നായി ജീവിക്കണം,
എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സ്നേഹത്തോടെ എന്നെ ഭവനത്തിൽ ആക്കുകയും ചെയ്തു. എന്നാൽ എന്റെ ഭവനത്തിന്റെ അന്തരീക്ഷത്തിൽ അവരാഗ്രഹിച്ചതുപോലെ ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആസക്തി പിന്നെയും എന്നെ ഒരു നീരാളിയെ പോലെ പിടിച്ചു. എന്റെ ഭവനത്തിനകത്ത് തന്നെ വീണ്ടും പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ 1993 ഒക്ടോബർ മാസത്തിൽ ഞാൻ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് പൂജപ്പുര സെൻട്രൽ ജയിലിനകത്ത് അടയ്ക്കപ്പെട്ടു. പൂജപ്പുര സെൻട്രൽ ജയിലിനകത്ത് അടയ്ക്കപ്പെട്ടപ്പോൾ എന്റെ പ്രായം 26 വയസ്സ്. ആ 26 വയസ്സിൽ ഞാൻ അവിടെ അടയ്ക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പുറത്ത് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന സമയത്ത് എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ആ ജയിലിനകത്ത് എന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. മാനസികവും ശാരീരികവുമായി തകർന്ന ഞാൻ ഒരിക്കലും എനിക്കിനി പുറത്തു വരുവാൻ കഴിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. ജീവപര്യന്തം എന്ന് പറയുന്നത് ജീവിത അവസാനം വരെ. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ സാഹചര്യം വന്നത്? ആ ജീവിത സാഹചര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ നല്ല യൗവനത്തിൽ ജയിലിൽ അടയ്ക്കപ്പെടേണ്ടി വന്നത്? എനിക്കൊരു കാര്യം മനസ്സിലായി, അതിന് ഉത്തരവാദി ഞാൻ തന്നെയാണ്. എന്റെ മദ്യപാനവും മയക്കുമരുന്നും ഉപയോഗിച്ചുള്ള ജീവിതമാണ്. അതിലേക്ക് എന്നെ വലിച്ചിഴയ്ക്കുമ്പോഴും എന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് അതിൽ നിന്ന് മോചനം പ്രാപിക്കണമെന്ന ആഗ്രഹം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അതിൽ നിന്ന് കഴിഞ്ഞില്ല. എന്റെ മാതാപിതാക്കളുടേതായ ഉപദേശം കൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ ജാതിപരമായിട്ടുള്ള ആചാര കർമ്മങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ ഒന്നും അതിന് മാറ്റം വരുത്തുവാനിടയായി തീർന്നില്ല. അങ്ങനെ ജയിലിൽ നിരാശനായി വേദനപ്പെട്ട് വളരെ തകർന്ന അവസ്ഥയിൽ ഞാൻ കഴിയുന്ന സാഹചര്യത്തിലാണ് ഒരു ദിവസം ഒരു സ്വപ്നം ഞാൻ കണ്ടു. സ്വപ്നം കണ്ടത് ഇങ്ങനെയാണ്: എന്റെ മുമ്പിൽ ഒരു പുസ്തകം തുറന്നിരിപ്പുണ്ട്. ആ പുസ്തകത്തിന്റെ മുമ്പിൽ ഒരല്പം വെളിച്ചമുണ്ട്. തൊട്ടടുത്ത് തന്നെ ചുവന്ന നിറത്തിൽ ഒരു തൂക്കുകയർ തൂങ്ങിക്കിടക്കുന്നു. ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട എന്നെ സംബന്ധിച്ചിടത്തോളം ആ തൂക്കുകയറിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഇനി ഈ ജീവപര്യന്തം മാറ്റി ഹൈക്കോടതി എനിക്കിനി വധശിക്ഷ നൽകുമോ എന്ന് ഭയപ്പെട്ടു. അങ്ങനെ ഭയപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ എന്റെ സ്നേഹിതന്മാരുടെ അടുക്കൽ കടന്നുപോയി അറിവുള്ളവരോട് ഞാൻ ചോദിച്ചു, എനിക്കിനി ഒരു വധശിക്ഷ ലഭിക്കുമോ? അവർ പറഞ്ഞില്ല, കേസിന്റെ സാഹചര്യം അനുസരിച്ച് ഇങ്ങനെ ഒരു കാര്യം വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് എന്റെ ഹൃദയത്തിൽ ഒരു ആശയം ഉദിച്ചത്: ആത്മഹത്യ ചെയ്തേക്കും. കാരണം ജീവിതം എല്ലാ നിലയും തകർന്നു. ഇനി മുന്നോട്ട് പോകുവാനായിട്ട് എനിക്ക് യാതൊരു വഴിയുമില്ല. ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു തീർക്കുവാനുള്ള മനസ്സും എന്റെ ജീവിതത്തിലില്ല. അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുക്കുമ്പോൾ അതിനു പോലുമുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ ചെയ്തുപോയ തെറ്റുകളും ചെയ്തുപോയ പാപങ്ങളും നിമിത്തം എന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് സമാധാനമോ സ്വസ്ഥതയില്ല. രാത്രി കണ്ണടച്ച് ഉറങ്ങുവാൻ കഴിയാത്ത സാഹചര്യം. അങ്ങനെ ദിനം തോറും ആ എന്റെ ജീവിത അവസ്ഥ എന്നെ വലിയ ഒരു ഭാരത്തിലേക്ക് നീക്കി. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് ആത്മഹത്യ തീരുമാനമെടുത്തപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. 3 മാസങ്ങൾക്ക് ശേഷമാണ് ജയിലിന് പുറത്ത് എന്നെ ജോലിക്ക് കൊണ്ടുപോകുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അങ്ങനെ തോട്ടത്തിൽ പോകുമ്പോൾ എനിക്ക് തന്ന ഉടുമുണ്ടിൽ ഏതെങ്കിലും മരത്തിൽ തൂങ്ങി മരിക്കാമെന്നുള്ള ആ തീരുമാനത്തിലിരിക്കുമ്പോൾ അതിനുവേണ്ടി ഞാൻ വീണ്ടും 10-45 ദിവസത്തോളം കാത്തിരിക്കണമായിരുന്നു. അപ്പോഴേ എനിക്ക് ആ പുറത്ത് ജോലി ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് രാത്രി പലപ്പോഴും ഉറങ്ങാൻ കഴിയുന്നില്ല. അവിടെ ലഭിക്കുന്ന ആ മയക്കുമരുന്ന് അല്ലെങ്കിൽ അവിടെ ലഭിക്കുന്നതായ മെന്റൽ രോഗികൾ കൊടുക്കുന്നതായ ഗുളിക ഉപയോഗിച്ചിട്ടാണ് അല്പമെങ്കിലും ഒന്ന് മയങ്ങുന്നത്. എന്നാൽ അതും ലഭിക്കുവാൻ കഴിയാത്ത സാഹചര്യം എന്റെ ജീവിതത്തിലിടയായി. അങ്ങനെ ഒരു ദിവസം ഉറങ്ങാൻ കഴിയാതെ ഞാൻ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന സമയത്ത് എന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്നേഹിതന്റെ കൈവശം ഒരു ബൈബിൾ കിടക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. കാരണം എന്റെ ദേശത്ത് ദൈവദാസന്മാർ കടന്നു വന്ന് ബൈബിളുമായി കടന്നു വന്ന് ഉപദേശിക്കുന്ന ഉപദേശങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന കടയ്ക്ക് മുന്നിലും അവർ വന്ന് ഉപദേശിക്കുന്ന ഉപദേശം കേട്ടിട്ടുണ്ട്. പക്ഷേ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ആ ഉപദേശം രാധാകൃഷ്ണനുള്ളതല്ല, അത് ക്രിസ്ത്യാനികൾക്കുള്ളതാണെന്നാണ് ആ കാലഘട്ടത്തിൽ ഞാൻ വിചാരിച്ചത്. ബൈബിൾ അവിടെ കിടക്കുന്ന കണ്ടപ്പോൾ എന്റെ ഹൃദയത്തിലൊരു ചിന്ത ഇങ്ങനെ ഉളവായി: ഈ പുസ്തകത്തിനകത്ത് എനിക്ക് എന്തെങ്കിലും ആശ്വാസത്തിനുണ്ടോ? ഞാൻ ആ സ്നേഹിതനോട് ആ പുസ്തകം ഒന്ന് തരാൻ പറഞ്ഞു. അദ്ദേഹം വേഗത്തിൽ എനിക്ക് നൽകി. ഞാനത് കിടന്നുകൊണ്ട്, കാരണം ജയിലിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അത് 9 മണി കഴിഞ്ഞാൽ എല്ലാവരും കിടക്കണം.